ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ തലസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. നഗരത്തിൽ കനകക്കുന്നിലും ബേക്കറി ജംഗ്ഷനിലും റിസർവ് ബാങ്കിന് മുന്നിലും ആൽത്തറയ്ക്ക് സമീപവും രാജ്ഭവന് മുന്നിലും മരങ്ങൾ കടപുഴകി. പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇന്നലെ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് രണ്ടിടത്ത് റോഡിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീണു. ആൽത്തറ ജംഗ്ഷനിലും രാജ്ഭവന് സമീപത്തുമാണ് മരങ്ങൾ ഒടിഞ്ഞു വീണത്. രാജ്ഭവന് സമീപത്ത് മരം വീണത് ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. വഞ്ചിയൂരിൽ ജനറാശുപത്രി റോഡിലും മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു. മുടവൻ മുകളിൽ വീടിന് സമീപത്ത് മരം ഒടിഞ്ഞു വീണു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്ത് മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. നഗരത്തിന് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തമ്പാനൂരും ബേക്കറി ജംഗ്ഷനിലും വെള്ളയമ്പലത്തും പാളയത്തുമെല്ലാം മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. നഗരപ്രദേശങ്ങൾക്ക് പുറമെ മലയോര മേഖലകളിലും മഴയിൽ നാശനഷ്ടമുണ്ടായി. കാട്ടാക്കട, മാറനല്ലൂർ, മൂങ്ങോട് എന്നിവിടങ്ങളിലും മരം കടപുഴകി വീണു. മൂങ്ങോട് അഗ്നിരക്ഷാസേനയെത്തി മരച്ചില്ലകൾ മുറിച്ചുമാറ്റി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപം മരം കടപുഴകി വീണതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. അതേസമയം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അഭാവമാണ് വെള്ളക്കെട്ട് രൂപപ്പെടാനും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴാനും കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.